നമുക്ക് പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണം. അവിടെ US ഇറാൻ വെടിനിർത്തൽ അവസാനിക്കാൻ മണിക്കൂറുകൾ, അതായത് നാളെയാണ് കാലാവധി അവസാനിക്കുന്നത്. 10 ദിവസത്തെ വെടിനിർത്തലായിരുന്നു. ഒരു കരാറിലെത്തിയില്ലെങ്കിൽ വെടിനിർത്തൽ കാലയളവ് നീട്ടിയേക്കില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നത്തെ അവകാശവാദം. നാളെ എന്ത് പറയുമെന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ ഭീഷണിയുടെ നിഴലിൽ ചർച്ചകൾക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇതിനിടയിൽ പാകിസ്ഥാനിലേക്ക് അമേരിക്കയുടെ പ്രതിനിധി സംഘം പുറപ്പെട്ടു കഴിഞ്ഞു എന്നൊക്കെയുള്ള ട്രംപിന്റെ അവകാശവാദമുണ്ട്. JD വാൻസ് അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇറാൻ ഇതുവരെ പ്രതിനിധി സംഘത്തെ അയച്ചിട്ടില്ല. പാകിസ്ഥാനിൽ വലിയ തയ്യാറെടുപ്പുകൾ ഉണ്ട്. ഇറാന്റെ കീഴടങ്ങൽ പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകുന്നത്. പാകിസ്ഥാന് നേതൃത്വം നടക്കുന്ന അണിത നീക്കങ്ങൾക്കിടയിലാണ് ഇത്തരം കല്ലുകടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്. ഇതിനിടയിൽ ഇസ്രായേലും ലബനനും തമ്മിൽ ഒരു ചർച്ച, അത് വ്യാഴാഴ്ച വാഷിംഗ്ടണിലുണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പോസിറ്റീവായ പ്രതികരണവുമില്ല. അതായത് ഹോർമുസിലെ ഉപരോധം അവസാനിപ്പിക്കാതെ തങ്ങൾ ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ്. അമേരിക്ക മാത്രം ഒരു ചർച്ചയിൽ പങ്കെടുത്തത് കൊണ്ട് ഒരു കാര്യവുമില്ലല്ലോ. അതിലെന്ത് അടിസ്ഥാനമാണുള്ളത്? രഞ്ജിത്ത്, ഇപ്പോൾ ഇന്നത്തെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് പുതിയ സംഘർഷങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നത് തീർച്ചയായിട്ടും ഒരു ആശ്വാസജനകമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഹോർമുസിൽ ഉൾപ്പെടെ ഒരു സംഘർഷത്തിന്റെ പുതിയ മുഖം തുറക്കുമോ എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല. എന്നാൽ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായിട്ടും ഹോർമുസിലൂടെ ഉള്ളത് ഒഴിവായി എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം 16 കപ്പലുകൾ ഹോർമുസ് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ US ഉപരോധം ഇപ്പോഴും മേഖലയിൽ തുടർന്നു വരുന്നുണ്ട്. ഹോർമുസ് അടച്ചുകൊണ്ടുള്ള ഇറാന്റെ നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ചർച്ചകൾ എങ്ങനെ എന്നത് മാത്രമാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പ്രതികരിച്ചത് ഈ US-ന്റെ ഈ വെടിനിർത്തൽ അത് ബുധനാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ നീട്ടി നൽകാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ്. ബുധനാഴ്ച വൈകിട്ട് US സമയം അനുസരിച്ച് ബുധനാഴ്ച വൈകിട്ടാണ് ഈ വെടിനിർത്തലിന്റെ കാലയളവ് അവസാനിക്കുക. അതിനുശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിന് ട്രംപ് കൃത്യമായ ഒരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. ബുധനാഴ്ച വൈകിട്ട് US സമയം എന്ന് കണക്കാക്കുമ്പോൾ ഇന്ത്യൻ സമയം അത് വ്യാഴാഴ്ച പുലർച്ചെ വരും എന്നാണ് കരുതുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇറാന്റെ നടപടികളും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഒരു ചർച്ചയ്ക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ പൂർണ്ണമായിട്ടും വ്യക്തമാക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി പറയുന്നത് ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ല. ഇറാനിയൻ പ്രതിനിധി സംഘം പാകിസ്ഥാനിലേക്ക് എത്തില്ല എന്ന് തന്നെയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിലൊരു കീഴടങ്ങൽ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. US-ന്റെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഇറാൻ ഒരിക്കലും ഒരു കരാറിൽ ഏർപ്പെടില്ല എന്നാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ കാലിബാഫ് പറയുന്നത് US ചർച്ചയുടെ പേരും പറഞ്ഞ് അതൊരു കീഴടങ്ങലിന്റെ വേദിയാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ്. എന്തായാലും നിലവിൽ US-ന്റെ ഭാഗത്ത് നിന്ന് കടുത്ത സമ്മർദ്ദം തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച പുലർച്ചെയോടെ US പ്രതിനിധി സംഘം പാകിസ്ഥാനിലേക്ക് തിരിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ അവർ ഇന്നാകും പുറപ്പെടുന്നത് എന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകളടക്കം സൂചിപ്പിക്കുന്നത്. ഇന്നാണെങ്കിൽ നാളെ പുലർച്ചെയോടെ പാകിസ്ഥാനിലേക്ക് എത്തുക ആയിരിക്കും ഉദ്ദേശം. അതുപോലെ ഇതേ സമയം തന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയും ഇറാനുമായിട്ട് നിരന്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. അജയ്, ഈ ഹോർമുസിലെ ഉപരോധമാണല്ലോ പ്രധാന പ്രശ്നം. ഇറാൻ പറയുന്നത് ഈ ഉപരോധം പിൻവലിക്കാതെ യാതൊരു ചർച്ചകൾക്കും ഞങ്ങൾ സന്നദ്ധരല്ല. പക്ഷേ അവിടെ ഇറാന്റെ കപ്പലടക്കം പിടിച്ചെടുക്കുന്ന പ്രകോപനത്തിലേക്ക് ഇന്നലെയാണ് US പോയത്. അതിൽ നിന്ന് പിന്നോട്ടില്ല. ആ കപ്പൽ വിട്ടുകൊടുത്തു എന്നുള്ള വിവരം നമുക്കിപ്പോഴില്ല. പക്ഷേ ഉപരോധം പിൻവലിക്കുമെന്നും പറയുന്നില്ല. ഉപരോധം പിൻവലിക്കാതെ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം ഇറാന്റെ വാദങ്ങൾ അതേപോലെ അവർ പുലർത്താറുണ്ട്. ട്രംപ് പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോകാറുണ്ട്. എങ്കിൽ പോലും അവിടെയാണ് എന്താണ് ഈ ഉപരോധവുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ തീരുമാനമെന്ന് നിർണായകമാകുന്നത്. പാകിസ്ഥാനൊക്കെ ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഉപരോധം ഒരു പ്രശ്നമാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു കീഴടങ്ങൽ ഈ വിഷയത്തിൽ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ തീരൂ, അല്ലാതെ ചർച്ചകൾ നടക്കില്ലല്ലോ.
നിലവിൽ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് സംസാരിച്ചു എന്നാണ് വിവരമുള്ളത്. ഈ അസീം മുനീർ ട്രംപിനെ ഈ ഒരു ഉപരോധം സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ധരിപ്പിച്ചത്. അതായത് ഈ ഉപരോധം ചിലപ്പോൾ ചർച്ചകൾക്ക് തടസ്സമായേക്കാം എന്നുള്ള രീതിയിൽ അസീം മുനീർ കടുത്ത രീതിയിൽ തന്നെ ട്രംപിനോട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഉപരോധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ട്രംപ് ഉറച്ചു നിൽക്കുന്നത്. ഇതിനിടെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ചില ട്രൂ സോഷ്യൽ പോസ്റ്റുകളും ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം അവകാശപ്പെടുന്നത് അമേരിക്ക ഈ യുദ്ധത്തിൽ പൂർണ്ണമായി വിജയിച്ചു കഴിഞ്ഞു, ചില ഫേക്ക് ന്യൂസുകൾ ഈ യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുന്നു എന്നുള്ള രീതിയിൽ പുറത്തു വരുന്നുണ്ട്. വാൾസ്ട്രീറ്റ് ജേർണലും അതുപോലെ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റുമൊക്കെയാണ് ഇതിന് പിന്നിൽ. എന്നാൽ ഇവർ പറയുന്നതൊന്നും ശരിയല്ല എന്നൊക്കെയാണ് ട്രംപ് ട്രൂ സോഷ്യൽ വഴി പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻ പ്രസിഡന്റുമാരെ വിമർശിച്ചുകൊണ്ടും ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഒബാമയും അതുപോലെ ജോ ബൈഡനും എല്ലാം ഇറാനോട് സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ അത് വെറും വിഡ്ഢിത്തമാണ്. ഇറാന് അനാവശ്യമായിട്ട് US-ൽ നിന്ന് പണം ഒഴുകിക്കൊണ്ടിരുന്നു, അതിന് ഇവരാണ് കാരണം, അന്നുണ്ടാക്കിയ ആണവ കരാറുകളെല്ലാം വെറും വേസ്റ്റ് ആണ് എന്നൊക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ ഈ ആണവ കരാറിനും ട്രംപ് വളരെയധികം ഊന്നൽ നൽകുന്നുണ്ട്. അതുപോലെ ഹോർമുസിന്റെ വിഷയത്തിലും ട്രംപ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇതുവരെ തയ്യാറാകുന്നില്ല. ഉപരോധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ തയ്യാറല്ല. ഇറാൻ ഒരു ഡീലിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ ഉപരോധം അവസാനിപ്പിക്കൂ എന്നാണ് ട്രംപിന്റെ നിലപാട്. അതുപോലെ ഒരു ഡീലിലെത്തിയാൽ മാത്രമേ ഈ വെടിനിർത്തൽ കാലയളവ് നീട്ടൂ എന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചർച്ചകൾ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. ഇവിടെ ആരൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇറാൻ തങ്ങളുടെ നിലപാടിൽ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവർ ലെവലേശം പിന്നോട്ടില്ല എന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്. അത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറാണെങ്കിലും മറ്റ് നേതാക്കളാണെങ്കിലും കൃത്യമായ ഒരു നിലപാട് പറയുന്നു. ഇതിനിടെ IRGCയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വരുന്നത് ഇറാനിയൻ കപ്പലിനെ US പിടിച്ചടക്കിയ സമയം തങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാമായിരുന്നു, എന്നാൽ തങ്ങളുടെ ചരക്ക് കപ്പലിനുള്ളിൽ തങ്ങളുടെ തന്നെ ജീവനക്കാരും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇത് കാരണമാണ് തങ്ങൾ കൃത്യമായ മറുപടി ഇതിന് നൽകാത്തത് എന്നാണ് IRGC നിലവിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ തിരിച്ചടിക്ക് തയ്യാറായി IRGC ഏത് നിമിഷവും അവിടെ മുന്നിലുണ്ട്. അതുപോലെ ഇറാനിയൻ നേതാക്കളും പ്രസ്താവനയിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല. ട്രംപ് ഇതിനിടെ ഒട്ടും പ്രവചിക്കാനാകാത്ത വാക്കുകളാണ് പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനിടെ US പ്രതിനിധി സംഘം പാകിസ്ഥാനിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ പാകിസ്ഥാനിലേക്ക് അമേരിക്കയുടെ US-ന്റെ 6ഓളം വിമാനങ്ങൾ ഇതിനകം എത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് കിട്ടുന്നത്. ഇസ്ലാമാബാദിലൊക്കെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയ പശ്ചാത്തലമുണ്ട്. അവിടെ വലിയ തോതിലുള്ള സുരക്ഷ ഇസ്ലാമാബാദിലുണ്ട്. JD വാൻസ് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചർച്ചയ്ക്കായി എത്തുമെന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആദ്യഘട്ടത്തിലൊക്കെ JD വാൻസ് ചർച്ചയിൽ ഉണ്ടാവില്ല, സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് മറ്റു ട്രംപ് പറഞ്ഞത്. അതിനുശേഷം കാര്യങ്ങൾ മാറി മറിയുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് നേതാക്കൾ എത്തുന്നു. പക്ഷേ ഇറാന്റെ സാന്നിധ്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല. അപ്പോൾ ചർച്ച ആരൊക്കെ തമ്മിലായിരിക്കാം? വളരെ കൃത്യമായി തന്നെ അസീം മുനീർ ട്രംപുമായി സംസാരിച്ച് ഉപരോധം പിൻവലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാണ്. പക്ഷേ ഒരു തരത്തിലും ട്രംപ് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ തൊട്ട് മുന്നേ വരുന്ന വാർത്ത എന്നുള്ളതാണ് അജയ്. അതായത് ഒരു തരത്തിലും ട്രംപ് ഇതിനോട് വഴങ്ങുന്നില്ല. ട്രംപ് പറയുന്നത് താങ്കളുടെ ഉപദേശമൊക്കെ ഞാൻ കേട്ടു, പക്ഷേ ഒരു തരത്തിലും തൽക്കാലം ഉപരോധം പിൻവലിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് ട്രംപ് പറയുകയാണ്. തീക്കളി വേണ്ട എന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടും ട്രംപ് പിന്നോട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് അവസാനിക്കുന്ന വെടിനിർത്തൽ കാലാവധി നീട്ടില്ല എന്നും ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇറാനുമായുള്ള ചർച്ചയ്ക്ക് ഈ ബ്ലോക്കേഡ് തടസ്സമാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടും ശരി ഉപദേശം പരിഗണിക്കാം എന്നാണ് ട്രംപിൻ്റെ മറുപടി. ഇങ്ങനെയാണ് ട്രംപ് പ്രതികരിക്കുന്നത് മീഡിയേറ്ററോട്. അജയ്, എന്തായാലും ട്രംപ് ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാതിരിക്കുമ്പോൾ ഈ വെടിനിർത്തൽ ചർച്ചകൾ അത് എപ്രകാരം മുന്നോട്ട് പോകും എന്നുള്ളത് തീർച്ചയായിട്ടും സംശയമാണ്. ഇറാൻ ഒരു വൈകാരികമായിട്ടാണ് പലപ്പോഴും ഈ ചർച്ചകളെ സമീപിച്ചിട്ടുള്ളത്. ആദ്യഘട്ട ചർച്ചകൾക്ക് തന്നെ ഇറാനിയൻ പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തിയപ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന വിമാനത്തിൻ്റെ കസേരകളിലെല്ലാം മിനാബിലെ സ്കൂളിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ കത്തിക്കരിഞ്ഞ ബാഗുകൾ, അവരുടെ ബുക്കിൻ്റെ അവശിഷ്ടങ്ങൾ, അവരുടെ ID കാർഡിൻ്റെ അവശിഷ്ടങ്ങൾ, ഇവയെല്ലാം കസേരകളിൽ വെച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലേക്ക് യാത്ര തിരിച്ചത്. ഇത് ശരിക്കും US മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായം US-നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ ശരിക്കും പാകിസ്ഥാനിലേക്ക് എത്തിച്ചേർന്നതെന്ന് പറയാൻ സാധിക്കും. കാരണം US ഇപ്പോഴും പൂർണ്ണമായിട്ട് തങ്ങളാണ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. ട്രംപ് വ്യക്തമാക്കുന്നത് ഇത് ഇറാൻ്റെ തന്നെ ഏതെങ്കിലും മിസൈലുകൾ മാറി മിനാബിലെ സ്കൂളിൽ പതിച്ചതായിരിക്കും എന്നാണ്. എന്തായാലും
എന്തായാലും US തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പലതരം US-ന്റെ തന്നെ ഇന്റേണൽ റിപ്പോർട്ടുകളാണെങ്കിലും അതുപോലെ പല അന്താരാഷ്ട്ര അന്വേഷണങ്ങളിലൂടെ ആണെങ്കിലും നിലവിൽ വ്യക്തമാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ US മറക്കാൻ ആഗ്രഹിക്കുന്ന ആ അധ്യായം തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ വൈകാരികമായി ഈ ചർച്ചയെ സമീപിക്കുമ്പോൾ US-ന് എങ്ങനെയെങ്കിലും ഒരു കരാർ ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്ന് തടിയൂരാൻ തന്നെയാണ് ശ്രമം. പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ വിലങ്ങുതടിയാകുന്നത് ട്രംപിന്റെ നിരന്തരമുള്ള ഇത്തരം പ്രകോപനങ്ങളാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ US സൈന്യത്തിലും പലതരം അഭിപ്രായ ഭിന്നതകൾ ഉള്ളതായിട്ടാണ് വിവരം. അത് കാരണം തന്നെയാണ് ഈ സൈനിക മേധാവിയെ ഉൾപ്പെടെ മാറ്റുന്ന ഒരു നിലപാടിലേക്ക് ട്രംപ് യുദ്ധത്തിന്റെ ഇടയ്ക്ക് വെച്ച് എത്തിച്ചേർന്നതെന്നുള്ള വിമർശനങ്ങളും ശക്തമാണ്. എന്തായാലും ഈ ചർച്ചകളെ സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. നാളെ തന്നെ ചർച്ചകൾ നടക്കുമെന്നുള്ള രീതിയിൽ US-ന്റെ സംഘം പാകിസ്ഥാനിലേക്ക് എത്തുന്നു. ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇറാനും ചർച്ചയ്ക്ക് തയ്യാറാകും എന്ന് തന്നെയാണ്. പക്ഷേ ഇതുവരെ ഇറാന്റെ അധികാരികളൊന്നും തന്നെ ഇതിന് ഒരുക്കമാണെന്ന് അറിയിച്ചിട്ടില്ല. ഈ ചർച്ചയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു നിലപാട് തന്നെയാണ് ഇറാൻ ഇപ്പോഴും സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ എന്ത് എന്നുള്ള ഒരു ചോദ്യം അത് മുന്നിലുണ്ട്. ഇതിനിടെ ലെബനനും ഇസ്രായേലും തമ്മിലുള്ള ചർച്ച വ്യാഴാഴ്ച നടക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് പുതിയ സാഹചര്യം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണണം എന്താണ് ട്രംപിൻ്റെ പുതിയ നിലപാട് എന്നുള്ളത്. ഒരുപക്ഷെ ഈ ഹോർമുസ് തുറക്കുക, ഉപരോധം അവസാനിപ്പിക്കുക എന്ന നിലയിലേക്ക് ട്രംപ് എത്തിയേക്കാം. അത്തരം ചില നീക്കങ്ങളൊക്കെ ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട്. അവസാന നിമിഷം ഇത്തരം കാര്യങ്ങൾക്ക് വെല്ലുവിളികൾ ഉയർത്തുകയും വഴങ്ങുകയും ചെയ്യുന്ന ഒരു രീതി ട്രംപിനുള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഒരു ആക്രമണത്തിലേക്ക് ട്രംപ് ഇനി കടക്കുമോ എന്നുള്ളത് സംശയമാണ്. അതിനുള്ള സാഹചര്യം തൽക്കാലം ആ രാജ്യത്തില്ല എന്നുള്ളതും പ്രധാനമാണ്.